ആ എടി ഇന്നലെ ആ കല്യാണത്തിന് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കാണെങ്കിൽ ഇന്നലെ വരാനും പറ്റിയില്ല. എടി നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കുമായിരുന്നു. ഒരു അറേഞ്ച്മെന്റ്സും ഇല്ലാത്ത കല്യാണം. ആ പെണ്ണാണെങ്കിൽ ഗൗൺ മാറാൻ പോയിട്ട് തിരിച്ച് സാരി എടുത്ത് വരുമ്പോൾ 1.5 മണിക്കൂർ നമ്മൾ വയറ് കരിഞ്ഞിരിക്കുമല്ലേ അവിടെ. അവസാനം കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് കത്തിയില്ല, അവസാനം തിരി കത്തിക്കാൻ നോക്കിയിട്ട് അവിടെ ലൈറ്ററും ഇല്ല. എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ദൂരം നേരാ പോയെന്നറിയോ. അതിനൊക്കെ ഒരു പ്ലാനിങ് വേണം, പ്ലാനിങ്. ഭക്ഷണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭക്ഷണം ഒന്നും വലിയ തിരക്കേടില്ലായിരുന്നു, പക്ഷെ ഭയങ്കര ഷോ ആയിരുന്നു അവിടെ. ഐസ്ക്രീമിൻ്റെ ഒപ്പം പോപ്കോൺ, പിന്നെ ഫ്രൂട്ട്സ് വെച്ചിട്ട് എന്തൊക്കെയോ ഡിസൈനും കാര്യങ്ങളും ഒക്കെ. വെറുതെ ഷോ. ഈ പോപ്കോൺ ഒക്കെ കല്യാണത്തിന് വെക്കേണ്ട ആവശ്യം എന്നാ? അതന്നെ സിനിമാ തിയേറ്ററാണോ? വെറും ഷോ ആയിരിക്കുമെന്നേ. അതുപോലെ ഇപ്പോൾ ഉണ്ട് കല്യാണത്തിന് ഒരു 10 കൂട്ടം ചായ, മസാല ചായ, ചെമ്പരത്തി ചായ, റോസ് ചായ. ഈ നട്ടുച്ചയ്ക്ക് എന്നാത്തിനാ ചായ ഒക്കെ വെച്ചിരിക്കുന്നത്? അതുകൊണ്ടായിരുന്നു അവിടെ? അത് ഇവിടെ ഉണ്ടായിരുന്നു, വെറും ഷോ. ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. പെണ്ണെങ്ങനെ ഉണ്ടായിരുന്നു കാണാൻ? പെണ്ണിനെ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു ചന്തമൊക്കെ ഉണ്ട്. പക്ഷെ പെണ്ണിൻ്റെ ഗൗൺ പുറകിൽ ഒന്നുമില്ലായിരുന്നു. അൾത്താര നമുക്ക് കാണാൻ പറ്റൂല. നാട്ടുകാർ മൊത്തം ആ പെണ്ണിൻ്റെ പുറവും നോക്കിയിരിക്കുമായിരുന്നു. കുറച്ച് തുണി വെച്ച് പിടിപ്പിക്കുമായിരുന്നെങ്കിൽ. അതെന്നാ കാരണവന്മാർക്ക് ചോവില്ലാഞ്ഞിട്ട്? അതൊക്കെ നമ്മുടെ പിള്ളേരുടെ കല്യാണം അന്തസ്സായിട്ട്. ഞാൻ അപ്പോഴേ എൻ്റെ കൊച്ചിനോട് പറഞ്ഞായിരുന്നു, കണ്ട ഗൗണും കീഴൊന്നും പറ്റത്തില്ല, നല്ല സാരി. ഞാൻ അവളെ നല്ല അന്തസ്സായിട്ട് സാരി ഉടുപ്പിച്ചിട്ടാണ് ആ പള്ളിയിലോട്ട് കയറ്റി വിട്ടത്. അതിന് നമ്മുടെ കൊച്ചിൻ്റെ എന്തായിരുന്നു കുഴപ്പം? ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ബ്ലൗസ് അത് ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഫാഷൻ വേണ്ടേ? അതുകൂട്ടാണോ അവിടെ പുറത്ത് തുണിയില്ല. അന്നേ ഇതൊക്കെ ആരോട് പറയാനാ? അമ്മായിയമ്മയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ പൊന്നോ, ആ പെണ്ണുമ്പുള്ള മൊത്തം കൊളാക്കുമായിരുന്നു അവിടെ പരിപാടികൾ. കേക്ക് മുറിക്കാൻ രണ്ടുപേരും കൂടെ പോയപ്പോൾ അതിൻ്റെ ഇടയ്ക്കിലേക്ക് ആ തളയും കൂടെ കയറി ചെല്ലുന്നു. എന്ത് കാര്യമുണ്ട്? ഒന്നാമത് അവളെയും കൊണ്ട് ആ ചെറുക്കൻ്റെ പുറകെ തന്നെയാണ് അവൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പെണ്ണുമ്പുള്ള ആ പെണ്ണ് വന്നു കയറിയ പെണ്ണ് ഒരു സൗകര്യവും കൊടുക്കില്ല. മനസ്സമാധാനമായിട്ട് അവർക്ക് ഒരു സിനിമയ്ക്ക് പോലും പോകാൻ പറ്റൂല. എങ്ങനെയാ? മൊത്തം അവളല്ലേ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കണത്. എനിക്ക് അന്നാ മനസ്സമാധാനം ആ പുള്ളിക്കാരിനെ കണ്ടപ്പോഴും തോന്നിയായിരുന്നു ഇച്ചിരി മെയിനാവല. ശരിയാ. ആ പെണ്ണുമ്പോൾ ഒരു മിനിറ്റ്, മോനും മരുമോളും വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. എന്നാ മോളെ? ഈ രാത്രിയാണോ സിനിമയ്ക്ക് പോണത്? രണ്ടുപേരും കയറി കുറച്ചപ്പോ കുറിച്ചിറക്കാനുള്ള നാട്ടപ്പാറ രാത്രിയുള്ള ഒരു സിനിമ ആണില്. നീ പറയാടി. അതെന്നാടി അവിടെ ഒരു ബഹളം? അതൊന്നുമില്ലാന്നേ. ആ പിള്ളേര് വന്ന് ഓരോ കാര്യം ചോദിച്ചാ നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയത്. ആ തള്ള ആ പെണ്ണുമ്പുള്ള ആ മക്കളെ ജീവിക്കാൻ വിടൂല.